ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാരിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് PRD ലൈവ് എന്നുള്ളത്. മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം ജനങ്ങൾക്ക് ലഭ്യമാക്കിയ കേരള സർക്കാരിന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് PRD ലൈവ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് എന്ന സ്ഥലത്തെ പറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നത് കച്ചിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ട എനർജി പാർക്കാണ് നിലവിൽ വരുന്നത്. എവിടെയാണ്? കച്ചിലാണ്. 30,000 മെഗാവാട്ട് ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പാർക്കാണ് ഗുജറാത്തിലെ കച്ചിൽ നിലവിൽ വരുന്നത്. വിൻഡ് മില്ലിന്റെയും അതുപോലെ തന്നെ സോളാർ പവറിന്റെയും സഹായത്തോടു കൂടിയാണ് ഈ എനർജി പാർക്ക് കച്ചിൽ നിലവിൽ വരുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ വിജയ് രൂപാനിയാണ്. ഗവർണർ ആചാര്യ ദേവ്രതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂനെ ആസ്ഥാനമായുള്ള മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമായുള്ള ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസിനെ പറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് mRNA കോവിഡ് വാക്സിൻ വികസിപ്പിച്ച സ്ഥാപനമാണ് ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ ഈ വാക്സിന്റെ പേര് HGC019 എന്നാണ്. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് mRNA അല്ലെങ്കിൽ മെസഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് ബേസ്ഡ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ച സ്ഥാപനമാണ് ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് പൂനെ. അപ്പൊ ഈ വാക്സിന്റെ പേര് HGC019 എന്നാണ്. അടുത്തത് രാജസ്ഥാനിലെ ജയ്പൂരിനെ പറ്റിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ആദ്യ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസിംഗ് സെന്റർ നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഓട്ടോമാറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റും ചേർന്ന് ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷനാണ് ഡാക് പേ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPPBയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റും ചേർന്ന് ആരംഭിച്ച പുതിയൊരു ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഡാക് പേ. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ നിലവിലെ MD ആൻഡ് CEO ആരാണ്? ശ്രീ ജെ വെങ്കട്ടരാമു ആണ്. അടുത്തത് 2020 ഡിസംബറിൽ ഇന്ത്യ ആരംഭിക്കുന്ന ഒരു വാർഷികാഘോഷമാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ 50ാം വാർഷികാഘോഷം. ഈ വാർഷികാഘോഷം അറിയപ്പെടുന്ന പേര് സ്വർണിം വിജയ് വർഷം എന്നാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ 50ാം വാർഷികാഘോഷം അറിയപ്പെടുന്ന പേരാണ് സ്വർണിം വിജയ് വർഷ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ICG കമ്മീഷൻ ചെയ്ത ഒരു നിരീക്ഷണ കപ്പലാണ്. അതിന്റെ പേര് സുജീത് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റീസെന്റ് ആയിട്ട് കമ്മീഷൻ ചെയ്ത ഒരു നിരീക്ഷണ കപ്പൽ അല്ലെങ്കിൽ പെട്രോൾ വെസലാണ് സുജീത്. ഇതിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഗോവ ഷിപ്പ്യാർഡിലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ കൃഷ്ണസ്വാമി നടരാജനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ അസോസിയേഷനായ FICCI ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ശ്രീ ഉദയ് ശങ്കർ. നിലവിൽ അദ്ദേഹം സ്റ്റാർ ആൻഡ് ഡിസ്നി ഇന്ത്യയുടെ ചെയർമാനാണ്. അപ്പോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ആരാണ്? ശ്രീ ഉദയ് ശങ്കർ ആണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ചെയർമാനായ ശ്രീ സഞ്ജീവ് മെഹ്തയാണ് FICCIയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സുബ്രകാന്ത് പാണ്ഡെയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പോൾ FICCI ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ ഉദയ് ശങ്കർ ആണ്. സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് സഞ്ജീവ് മെഹ്തയാണ്. അതുപോലെ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് സുബ്രകാന്ത് പാണ്ഡെയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രഥമ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ ചരമവാർഷികം നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം 15-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ ജന്മവാർഷികം നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 31. അന്നേ ദിവസമാണ് നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അയൺമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷികം നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം 15-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നത്
ഒക്ടോബർ മാസം 31 തീയതിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ്. ഇത് വിതരണം ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കെനിയയിലെ നെയ്റോബിയിലാണ്. അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പോളിസി ലീഡർഷിപ്പ് വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഫിജിയുടെ പ്രധാനമന്ത്രിയായ ഫ്രാങ്ക് ബൈനിമരാമയ്ക്കാണ്. അപ്പോൾ ഫിജിയുടെ പ്രധാനമന്ത്രിയായ ഫ്രാങ്ക് ബൈനിമരാമയ്ക്കാണ് പോളിസി ലീഡർഷിപ്പ് വിഭാഗത്തിൽ 2020 UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള ഡോക്ടർ ഫാബിയൻ ലെയിൻഡേഴ്സിനാണ്. അതുപോലെ ഓൺട്രപ്രൂണേറിയൽ വിഷൻ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള മിൻഡി ലബറിനാണ്. അതുപോലെ ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇക്വഡോറിൽ നിന്നുള്ള നിമോണ്ടെ നെൻകീമോയ്ക്കും അതുപോലെ ബുർക്കിനോ ഫാസോയുടെ യാക്കോബ സവാഡോഗയ്ക്കുമാണ്. അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ റോബർട്ട് ഡി ബുള്ളാർഡിനാണ്. അമേരിക്കയിൽ നിന്നുള്ള പ്രൊഫസർ റോബർട്ട് ഡി ബുള്ളാർഡിനാണ്. UNEPയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു കെനിയയിലെ നൈറോബിയാണ്. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇങ്ങർ ആൻഡേഴ്സൺ ആണ്. അപ്പോൾ ഈ പുരസ്കാരങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ ഖത്തറിനെ പറ്റിയാണ്. ഊർജ്ജ മേഖലയിൽ എനർജി സെക്ടറിൽ ഇന്ത്യയുമായി ചേർന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഖത്തറാണ്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, ഊർജ്ജ മേഖലയിൽ ഇന്ത്യയുമായി ചേർന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അറബ് രാജ്യമായ ഖത്തറാണ്. ഖത്തറിന്റെ തലസ്ഥാനം നമുക്കറിയാം ദോഹയാണ്. ഖത്തറിന്റെ കറൻസി റിയാലാണ്. ഖത്തറിന്റെ പ്രധാനമന്ത്രി ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനിയാണ്. അപ്പോൾ എനർജി സെക്ടറിൽ ഇന്ത്യയുമായി ചേർന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഖത്തറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യമായ സുഡാനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ സ്റ്റേറ്റ് സ്പോൺസേഴ്സ് ഓഫ് ടെററിസം ലിസ്റ്റിൽ നിന്നും അമേരിക്ക ഒഴിവാക്കിയ രാജ്യമാണ് സുഡാൻ. അപ്പോൾ ഗവൺമെന്റിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയാണ് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഴ്സ് ടെററിസം ആക്ടിവിറ്റീസ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും സുഡാനെ അമേരിക്ക ഒഴിവാക്കിയിരിക്കുകയാണ്. സുഡാന്റെ തലസ്ഥാനം നമുക്കറിയാം ഖാർത്തൂമാണ്. സുഡാന്റെ കറൻസി സുഡാനീസ് പൗണ്ട് ആണ്. സുഡാന്റെ പ്രധാനമന്ത്രി അബ്ദുള്ള ഹാംദോക്ക് ആണ്. അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഴ്സ് ഓഫ് ടെററിസം ലിസ്റ്റിൽ നിന്നും അമേരിക് ഒഴിവാക്കിയ രാജ്യമാണ് സുഡാൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതിലൊന്നാണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ FIHന്റെ 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഒഡീഷയിൽ വച്ചിട്ടാണ് 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്നത്. FIH ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ലോസൈനിലാണ്. നിലവിലെ പ്രസിഡന്റ് ശ്രീ നരേന്ദ്ര ബദ്രയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ദ ശൌര്യ അൺബോണ്ട് ടെയിൽസ് ഓഫ് വാലർ ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ 2001 പാർലമെന്റ് ആക്രമണത്തെ ആധാരമാക്കിക്കൊണ്ട് CRPF പുറത്തിറക്കിയ പുസ്തകമാണ് ദ ശൌര്യ അൺബോണ്ട് ടെയിൽസ് ഓഫ് വാലർ ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ്. CRPFന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ഡോക്ടർ AP മഹേശ്വരിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് വിയോഗങ്ങളാണ്. അതിലൊന്നാണ് കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ആഫ്രിക്കൻ രാജ്യമായ എസ്വാറ്റിനിയുടെ പ്രധാനമന്ത്രിയാണ് ആംബ്രോസ് ലാമിനി. അപ്പോൾ ഓർമ്മിച്ചു വെച്ചാൽ കോവിഡ് ബാധയെ തുടർന്ന് 2020 ഡിസംബറിൽ അന്തരിച്ച ആഫ്രിക്കൻ രാജ്യമായ എസ്വാറ്റിനിയുടെ പ്രധാനമന്ത്രിയാണ് ആംബ്രോസ് ലാമിനി. എസ്വാറ്റിനിയുടെ തലസ്ഥാനങ്ങൾ മബാനിയും അതുപോലെ തന്നെ ലൊബാംബയുമാണ്. അപ്പോൾ 2020 ഡിസംബറിൽ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ആഫ്രിക്കൻ രാജ്യമായ എസ്വാറ്റിനിയുടെ പ്രധാനമന്ത്രിയാണ് ആംബ്രോസ് ലാമിനി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു വിയോഗമാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ദക്ഷിണേന്ത്യൻ സിനിമാ കലാ സംവിധായകൻ ഫിലിം ആർട്ട് ഡയറക്ടറാണ് ശ്രീ P കൃഷ്ണമൂർത്തി. അദ്ദേഹം മലയാളിയാണ്. 5 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് ശ്രീ P കൃഷ്ണമൂർത്തി. അതുപോലെ തന്നെ 2020 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ എയറോസ്പേസ് ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് റോധാം നരസിംഹ. കർണാടക സ്വദേശിയാണ് ശ്രീ റോധാം നരസിംഹ. അതുപോലെ മറ്റൊരു വിയോഗമാണ് 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ പേര് ജോൺ ലേക്ക് കാരെ എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഡേവിഡ് ജോൺ മൂർ കോൺവെൽ എന്നാണ്. അപ്പോൾ 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ജോൺ ലേക്ക് കാരെ. അതുപോലെ 2020 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത പെറു ടെന്നീസ് താരമാണ്
അലക്സ് ഒൽമേഡ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. സാമൂഹ്യനീതി വകുപ്പ് നേരിട്ടും NGO-കൾ വഴി നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസിക രോഗം ഭേദമായ അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ട് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 ഡിസംബറിൽ ISRO വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ഡിസംബർ മാസം 17-ാം തീയതിയാണ് ISRO CMS-01ന്റെ വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. PSLV C-50 ആണ് CMS-01ന്റെ വിക്ഷേപണ വാഹനം. അതുപോലെ തന്നെ ISRO ആണ് ഇത് വിക്ഷേപിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. നിലവിലെ ISROയുടെ ചെയർമാൻ ഡോക്ടർ K. ശിവനാണ്. അതുപോലെ DRDOയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ G. സതീഷ് റെഡ്ഡിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.